പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കണം. യെസ് ബോസ്. മൂസയുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഡിസ്ക് ഉണ്ട്, മനസ്സിലായോ? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കണം. ആ ഡിസ്ക് എനിക്ക് കിട്ടിയേ പറ്റൂ. ആ ഡിസ്ക് എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹിന്ദുസ്ഥാനിലെ ബിസിനസ് മുഴുവൻ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും. ഹിന്ദുസ്ഥാനിലെ മുഴുവൻ ബിസിനസ്സും എന്റെ കൈവശം വന്ന് ചേരും. ഓക്കെ? ഓക്കെ, നോ പ്രോബ്ലം. വിൽ മാനേജ് ഇറ്റ്. ഡോണ്ട് വറി സർ. താങ്ക്സ്. ലെറ്റ്സ് മൂവ്. നമസ്കാരം സാറേ. നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ബിസിനസിന്റെ റൂട്ടും പാസ്വേഡാണ് ഈ ഡിസ്ക്. ഈ ഡിസ്ക് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് സാമ്രാട്ട് നിന്നെ എൻ്റെ അടുത്ത് അയച്ചത്. പക്ഷെ ഞാൻ നിന്നെ സ്ട്രെയിറ്റ് ആയിട്ടും മുകളിലോട്ട് അയക്കാൻ പോകുന്നു. ആ ഫോൺ എടുക്ക. ഹലോ ബോസ്. അവര് ഏത് പാതാളത്തിലായാലും ആകാശത്തിലായാലും ശരി, അവരെവിടെ ഉണ്ടെങ്കിലും ശരി, സാമ്രാട്ട് എവിടെ ഉണ്ടെങ്കിലും ശരി, സാമ്രാട്ടിന് അടയാളം പോലും ഇല്ലാത്ത വിധത്തിൽ നശിപ്പിക്കണം. എന്നിട്ട് ഈ മോശയുടെ പേര് എഴുതി പഠിപ്പിക്കടാ. ഓക്കേ? ഓക്കേ ബോസ്. ദിസ് ഈസ് മൈ ഓർഡർ. സമ്രാട്ട് ഞാൻ വച്ചിട്ടുണ്ടടാ. നിന്റെ പൊടി പോലും ആക്കിണ്ടാവില്ല. The king is here. The king is here. రోజు ఒకటి రోజు పట్టణితమైన సమయం ఏడు సమయం వచ్చింది నా నమస్కారం అందరికి అంటే గంట రంగలాల్లో అండి సమయం వచ్చింది మనసును చెట్టిద్దాం అందరం కలుద్దాం మీరు పేటిని ఎదుర్కోలేరు ఈడి ఈ మాయనా మీరు పేటిని ఎదుర్కోలేరు ఈడి ఈ మాయనా హే సమ్రాట్ తప్పిపోతారు మీరు పొడవలసినది మీకు లభిస్తుంది హే సమ్రాట్ తప్పిపోతారు
మీరు పొడవలసినది మీకు లభిస్తుంది. The king is here. The king is here. నీకు తెలియదు దిల్ మాంగే మోర్ బేబీ దయచేసి నా దగ్గరకు రండి. ఒక్క ఛాన్స్ బేబీ కమ్ అప్ అండ్ డాన్స్ బేబీ మీ కళ్ళు చాలా సింగార్ భరితంగా ఉన్నాను. నన్ను నేను ఎవరైనా ఇక్కడికి వస్తారు. ప్రపంచం పిచ్చిగా ఉండి అంత భ్రమరథం పడుతున్నారు. మీరు వాటిని ఎదుర్కోలేరు. నన్ను నేను ఎవరైనా ఇక్కడికి వస్తారు. ప్రపంచం పిచ్చిగా ఉండి అంత భ్రమరథం పడుతున్నారు. మీరు వాటిని ఎదుర్కోలేరు. మీరు భేటీని ఎదుర్కోలేరు. ఈడి ఈ మాయన మీరు భేటీని ఎదుర్కోలేరు. ఈడి ఈ మాయన సమ్రాట్ తప్పిపోతారు. మీరు పొడవలసినది మీకు లభిస్తుంది. The king is here. The king is here. രവി, പറയൂ സർ. സമ്രാട്ടിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇല്ല സർ, പക്ഷെ സാമ്രാട്ട് എപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഞാൻ നേരിട്ട് തന്നെ ഡീൽ ചെയ്യാണ് സർ. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഗുഡ്. താങ്ക് യു സർ. ഒരു മിനിറ്റ്. ഹായ് ആരോഹി, എന്തൊക്കെയുണ്ട് മോളെ? ഇങ്ങനെ തന്നെ ചെയ്യ അച്ഛാ. ഫോൺ എടുക്കാൻ എന്താ എത്ര നേരം? എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല മോളെ, ഫോൺ എടുക്കാതിരിക്കാൻ. ദേഷ്യപ്പെടല്ലേ. ചിന്നടുത്ത് വാദിച്ച് ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? പോലീസ് എപ്പോഴും ഗണ്ണുമായിട്ട് നിൽക്കണമെന്ന് റൂൾസ് ഒന്നും ഇല്ല മോളെ. ജീവിതത്തിൽ ഒരു രസമൊക്കെ വേണ്ടേ? ശരി, മോക്ക് സുഖമല്ലേ? ആദ്യം അത് പറ. അച്ഛനില്ലാതെ ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? നീ ഇത്രയ്ക്ക് പാവമായി പോയല്ലോ മോളെ. നാളെ എന്റെ റിസൾട്ട് വരും അച്ഛാ. മറ്റന്നാൾ രാവിലെ അച്ഛന്റെ പ്രിയപ്പെട്ട കുട്ടി അച്ഛന്റെ കൺമുമ്പിൽ ഉണ്ടാകും. പിന്നെ അച്ഛാ, ഒരു ഗുഡ് ന്യൂസ്. ജൂനിയർ ഡോക്ടറിന് ടാറ്റ മെഡിക്കൽ കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്നാലുടനെ അവിടെ ജോയിൻ ചെയ്യും. ഇതൊരു നല്ല കാര്യം തന്നെയാ. ഓക്കെ അച്ഛാ, ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുക. പിന്നെ വിളിക്കാം. ബൈ ബൈ. സർ പ്ലീസ്. ആ വരൂ വരൂ. സമ്രാട്ട്, ഇവിടെ നിന്നെ പിടികൂടാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നീ ഇവിടെ ഒന്ന് ഇറങ്ങുന്ന സമയം തന്നെ നിന്നെ അറസ്റ്റ് ചെയ്തേക്കും. സമ്രാട്ടിനെ സ്വപ്നത്തിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ, റിയാലിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. യെസ്. അച്ഛാ. യെസ് മോളെ. അച്ഛൻ ഇന്നും ഡ്യൂട്ടിക്ക് പോവാണല്ലേ? ഞാൻ എത്ര ദിവസം കഴിഞ്ഞ് ഇവിടേക്ക് വന്നേ? അച്ഛൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റില്ലല്ലേ? മോളെ, ഞാൻ എന്റെ സുഖ ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ നാടിന് വേണ്ടി ജോലി ചെയ്യാം. ജനങ്ങളും മുന്നോട്ട് വരണം. ഈ നാട് നമുക്ക് അമ്മയെ പോലെയാ. നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ മോളെ? നോക്കിക്കേ മഹേന്ദ്ര പ്രസാദ്. യെസ് മാഡം. നോ ഓഫീസ് ഡ്യൂട്ടി. ടുഡേ ഈസ് യുവർ ഓഫ് ഡേ.
ഓക്കെ മാഡം. I love you, Atta. ഐ ലവ് യു മോളെ. എന്റെ പൊന്നു മോളല്ലേ, മോള് പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റൂ? ഹലോ, എടാ എന്താടാ ഇത്ര നേരം ഫോൺ എടുക്കാത്തത്? അവന്റെ കഥ നീ തീർത്തോ ഇല്ലയോ? സമ്രാട്ടിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാ? ആ തെണ്ടി എന്നോടാ കളിക്കുന്നത്. ഇനി അവൻ അനങ്ങില്ല. ഹി ഈസ് കമ്മിങ്. സാമ്രാട്ടിനെ കൊല്ലാനായിട്ട് എല്ലാവർക്കും സ്വപ്നം കാണാം, പക്ഷെ ആർക്കും അവനെ കൊല്ലാനാവില്ല. എന്റെ കഥ തീർന്നെന്നാ തോന്നുന്നേ. അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാ? അയ്യോ, അല്ല എന്തുണ്ടായെന്ന് വെച്ചിട്ടാ ഇങ്ങനെ? ഒരു കാരണവശാലും സമ്രാട്ടി നമ്മുടെ ദേശത്തിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. ചിലപ്പോ അവൻ വന്നാലോ? അവനെ ഞാൻ ജീവനോടെ വിട്ടുവെക്കില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവൻ വരുമെന്നുള്ളത് ഉറപ്പാ. ഇപ്പൊ എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? അവന്റെ പ്ലെയിൻ നമുക്ക് ക്രാഷ് ആക്കി കളയാം. സാമ്രാട്ടിനെ ഫോൺ ചെയ്യ്. 984. ചെയ്യാൻ. ബെല്ലടിക്കുന്നുണ്ട്. ഇതാ ബോസ്. മെസ്സേജ് കിട്ടിയത് ഞെട്ടിപ്പോയല്ലേ? എടോ, ഇത് വെറും തുടക്കം മാത്രമാണ്. നീ എന്താടാ കരുതിയിരിക്കുന്നത്? നീ എന്റെ ദേശത്തിലേക്ക് വന്നിട്ട് നിന്റെ കൊടി പറപ്പിക്കുന്നതാണോ? ഇംപോസിബിൾ, സിംപ്ലി ഇംപോസിബിൾ. വെറുതെ കിടന്ന് കുറയ്ക്കാതൊന്നും മിണ്ടാതിരിക്കടോ. ഞാൻ വെറുതെ കുരച്ചതൊന്നും അല്ല. ഈ നാട് മൊത്തം എന്റെ കൈക്കുള്ളിലാണ്. നീ എന്താ വിചാരിച്ച എന്റെ നാട്ടിൽ വന്നിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് ബിസിനസ് ചെയ്യാമെന്നാണോ? ഇംപോസിബിൾ, സിംപ്ലി ഇംപോസിബിൾ. ഇത് മലേഷ്യയോ സിംഗപ്പൂരോ ഹോങ്കോങ്ങോ ബാങ്കോക്കോ അല്ല, ഹിന്ദുസ്ഥാനാണ് എന്റെ രാജ്യം. ബിസിനസിന്റെ കാര്യങ്ങൾ വിട്ടേക്ക്. ഞാൻ നിന്റെ നിഴല് പോലും ഇവിടെ വിടാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? യെസ്, സമ്രാട്ട് മോനെ. സമ്രാട്ട് വരും, ഒരു സാമ്രാട്ടിനെ പോലെ. ചുമ്മാ കിടന്ന് ചലക്കാതെ മിണ്ടാതിരിക്കടാ. ഞാനിപ്പോ നിന്നോട് പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്ക്. എന്റെ ബിസിനസ്സിൽ ഒരു ചെറിയ പോറലേറ്റാൽ പോലും ഞാൻ നിന്റെ ജീവിതം അവസാനിപ്പിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. സമ്രാട്ടിനെ കൊല്ലാൻ സ്വപ്നത്തിൽ മാത്രമേ പറ്റൂ, റിയാലിറ്റിയിൽ പറ്റില്ല. ഇരിക്കെ. എത്രയും പെട്ടെന്ന് നമ്മുടെ സാധനം പോർട്ടിൽ എത്തിച്ചേരും. എനിക്കത് മതി. ഐ ലൈക്ക് ഇറ്റ്. ബട്ട് ഇറ്റ് സംതിങ് ഈസ് റോങ്. ദെൻ അവർ ഡീൽ വിൽ ബി ക്യാൻസൽഡ്. സമ്രാട്ട് ഉറപ്പിച്ച ഡീൽ ഒരിക്കലും ക്യാൻസൽ ആവില്ല. സോ വാട്ട് അബൌട്ട് ദ റേറ്റ്? സമ്രാട്ട് never expends to guess. നീ ചോദിച്ചതിനേക്കാൾ ഇതിൽ ഡബിൾ ആയിട്ടുണ്ട്. ചെക്ക് ഇറ്റ്. ഓക്കെ, ഡൺ. Well, let me be very clear with you. നമുക്കപ്പോ ഈ ബിസിനസ് ഡീൽ ഉറപ്പിച്ചാലോ?
Well, let me explain a little bit about me. I'm a reasonable man, yeah. Like I said, you know what I mean, right? East or west, south or north. It's certainly nothing moves without my acknowledgement. There you go. Like I said, listen to me, Samrat. Let me explain you one more time. ഈ ജഹാംഗീർ ഖാനെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാനിൽ എവിടെയും ബിസിനസ് നടക്കാനാവില്ല. I'm a reasonable man. Only 50%. That's what I require. ആർക്ക് കമ്മീഷൻ കൊടുക്കണം അത് തീരുമാനിക്കേണ്ടത് ഈ സമ്രാട്ട് മാത്രമാണ്. അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ദൈവം തമ്പുരാൻ. എന്താ നിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്? അതാദ്യം പറ. സമ്രാട്ട് ഒരു കാര്യത്തിലും ആക്രാന്തം കാണിക്കാറില്ല. ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ കളി തുടങ്ങുന്നത്. എന്ന് വെച്ചാ അതെല്ലാം തീരുമാനിക്കുന്നത് സമ്രാട്ടായിരിക്കും. Hey, stop, man! I'm telling you to stop! Hey, you think that I'm playing games with you? You listen to me, I'll break your leg! No one ever walks away from me! ഞാൻ പറയുന്നത് അനുസരിക്ക്. നീ ഒരു മരം മണ്ടനാണ്. എന്റെ കാര്യത്തിൽ മണ്ടത്തരം കാണിക്കരുത്. നീ നിന്റെ ഈ തീരുമാനം മാറ്റാനായിട്ട് only 10 seconds. 10 സെക്കൻഡ് മാത്രമേ നിനക്ക് സമയമുള്ളൂ. Go get it, boys! എടാ നീ ഇന്നലെ വന്നവനാണ്. എന്താണ് നിന്റെ വില? അത് പറ. No, please stop. Damn! Why you are calling me and wasting my time? Yeah! He almost broke my neck, brother! God! സാമ്രാട്ടിന്റെ കഥ ഞാൻ ഇന്ന് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. എന്തൊക്കെയാ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്? അവൻ ഒറ്റയ്ക്ക് നിങ്ങളുടെ കയ്യിൽ കെട്ടിയാലും നിങ്ങളുടെ കണ്ണ് വെട്ടിച്ചങ്ങ് പോയി. നിങ്ങൾ കാരണം എന്റെ ടോട്ടൽ പ്ലാനും സ്പോയിലായി പോയി. Come on! What's the matter with you, brother? Why are you hesitating? Don't worry, നിങ്ങൾ വിഷമിക്കണ്ട. Next time 100% കൊന്നുകളയും. പറഞ്ഞത് ശരിയാ. അടുത്ത പ്രാവശ്യം സാമ്രാട്ട് രക്ഷപ്പെടില്ല. പക്ഷേ ഇനി നീയും രക്ഷപ്പെടില്ല. Whoa! Stop it! What's the matter with you? സായിപ്പിന്റെ ഇംഗ്ലീഷ് എല്ലാവർക്കും സംസാരിക്കാൻ അറിയണ. പക്ഷെ ഇംഗ്ലീഷ്കാരനെ പോലെ ജോലി ചെയ്യാൻ നിനക്കറിയില്ല. മൂസയുടെ മോട്ടോ കൊല്ല്, ചത്തു തൊലയ്. ഹേയ്, ഒന്ന് മതിയാക്ക്. നിങ്ങൾ എവിടെ? ഡോക്ടറിനെ തേടി ഒരു പേഷ്യന്റ് അല്ലേ വരുന്നത് മാഡം? പക്ഷെ ഇപ്രാവശ്യം സമ്രാട്ടാണ് വന്നിരിക്കുന്നത് പ്രിൻസസിന്റെ അടുത്തേക്ക്. എക്സ്ക്യൂസ് മീ, ഡോണ്ട് ട്രൈ ടു ബി ഓവർ സ്മാർട്ട്, ഓക്കേ? പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാണ്ട് പോവാണോ ഡോക്ടർ?
ഇത് ഹോട്ടൽ ലോബി അല്ല, ഇത് ഹോസ്പിറ്റലാണ്. മാത്രമല്ല ഇത് ഇന്ത്യയാണ്. ദേ നോക്ക്, മനുഷ്യന്മാരുടെ ജീവിതം ഒരു ഗിഫ്റ്റാണ്, അതും ദൈവത്തിന്റെ കരുണയാലെ. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് ഇക്കാര്യം ഓർമ്മയിൽ വെച്ചോളൂ. ഒരുപാട് സ്ട്രീറ്റ് ഫൈറ്റേഴ്സിനെ ഞാൻ ഇതിനു മുമ്പ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലുള്ള പരിക്ക് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യെസ് ഡോക്ടർ. ഡോക്ടർ, കാണിക്കാനായിട്ട് ഇനി എന്നാണ് ഞാൻ തിരിച്ചു വരേണ്ടത്? താങ്കൾക്ക് അതിന്റെ ആവശ്യമില്ല. 3 ദിവസം കഴിഞ്ഞ് ബാൻഡേജ് കളഞ്ഞോളൂ, ശരിയാകും. പക്ഷേ ഞാൻ നിങ്ങളുടെ പെർമനന്റ് പേഷ്യന്റ് ആവാനാണ് ആഗ്രഹം. എനിത്തിങ് എൽസ്? എന്തെങ്കിലും പറഞ്ഞോ? നോ മാഡം. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രഗ്സ്, കൊല, കൊള്ള, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പോലീസിന് എത്രയെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ജനങ്ങളും മുന്നോട്ട് വരണം. അവർക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും. സാർ, ആ ഇന്ന് സാറിന് 5 മണിക്കൊരു മീറ്റിംഗ് ഉള്ളതല്ലേ? അതിനോട് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. സമയം ഇപ്പൊ തന്നെ 4 മണിയായി. ആ ശരിയാണല്ലോ. ചെല്ല്, ഡ്രസ്സ് റെഡിയാക്കി വെക്കേ. ശരി സാർ. അച്ഛാ, ആ വാ മോളെ വാ. നിന്നോടൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. വന്ന ഉടനെ നീ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തില്ലേ? എങ്ങനെ സംസാരിക്കാൻ പറ്റും അച്ഛാ? അച്ഛൻ എപ്പോഴും ക്രിമിനൽസിന്റെ കൂടെ ബിസി അല്ലേ? എന്റെ ജോലി അങ്ങനെ ആയി പോയില്ലേ മോളെ. എന്ന് വെച്ച പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അച്ഛൻ ഒരിക്കലും ചിന്തിക്കില്ലേ? നോക്ക്, ഞങ്ങളെപ്പോലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ടാവും. ഞങ്ങൾ ഓരോ ക്രിമിനൽസിനെ പിടിക്കുമ്പോഴും അത് ഞങ്ങൾക്ക് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നീ MBBS കഴിഞ്ഞ ഉടനെ രാത്രി എത്ര താമസിച്ച് വന്നാലും ശരി, നീ ചികിത്സിക്കുന്ന പേഷ്യന്റിനെ കുറിച്ച് ഓർക്കില്ലേ മോളെ? അവനെ പെട്ടെന്ന് ഭേദമാക്കണമെന്നല്ലേ ചിന്തിക്കൂ? അതിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ എവിടെയും നമുക്ക് കിട്ടില്ല. എന്നെ അനുഗ്രഹിക്കണം അച്ഛാ. എനിക്ക് നല്ലൊരു ഡോക്ടറെ സർവീസ് ചെയ്യണം. വളരെ ടാലന്റ് ആയ ഒരാൾ വേണം. കാളും അവൻ ഇന്റലിജന്റും സ്മാർട്ടുമായിരിക്കണം. എന്താ ഇത്? കൊടുങ്കാറ്റ് പോലെ ആയിരിക്കണം. അവനെ വെച്ച് വേണം ഞാനൊരു കളി കളിക്കാൻ. അവനൊരു ഭ്രാന്ത് പിടിച്ച് കൊടുങ്കാറ്റിനെ പോലെ ആയിരിക്കണം. അവനിങ്ങെത്തുമ്പോ സാമ്രാട്ടിന്റെ സാമ്രാജ്യം അടയാളമില്ലാതെ നശിപ്പിക്കും. പൊടി പോലെ ബാക്കി വെക്കാതെ മൊത്തത്തിൽ അവനെ നശിപ്പിച്ചിരിക്കും. സാമ്രാട്ടിന്റെ മേലെ അവൻ വയ്ക്കുന്ന ഉന്നം മിസ്സാവില്ല. എനിക്ക് അത്തരം ഒരു ആയുധമാണ് അത്യാവശ്യം. എവിടെയാണ് അവൻ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ. പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പോകണോ ഡോക്ടർ? ഇത് കാണിക്കാനായിട്ട് ഇനി എന്നാണ് ഞാൻ തിരിച്ചു വരേണ്ടത്? താങ്കൾക്ക് അതിന്റെ ആവശ്യമില്ല. 3 ദിവസം കഴിഞ്ഞ് ബാൻഡേജ് കളഞ്ഞോളൂ, ശരിയാകും. ഹലോ, പ്രിൻസസ്, ഇത് ഞാനാ. അന്ന് നമ്മള് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടില്ലായിരുന്നോ? ഓ താങ്കളോ? എന്റെ നമ്പർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ വിചാരിച്ചാൽ എല്ലാം സാധിച്ചെടുക്കും. എന്നെ കൊണ്ട് കഴിയാത്ത കാര്യം ഒന്നും തന്നെ ഇല്ലേ ലോകത്ത്.
എന്നാണ് എല്ലാരും പറയുന്നത്. ഇന്നാ കാര്യം നിങ്ങളും മനസ്സിലാക്കില്ലേ? എനിവേ, ഇപ്പൊ നിങ്ങൾ എന്നെ കുറിച്ചല്ല ആലോചിച്ചോണ്ടിരുന്ന. എന്ത്? നിങ്ങളെ കുറിച്ച് ഞാൻ എന്തിനു ചിന്തിക്കണം? അല്ല, ഞാൻ നിങ്ങളുടെ പേഷ്യന്റ് അല്ലേ? താങ്ക്സ് ഫോർ എവറിത്തിങ്. താങ്ക്സ് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? ഞാൻ താങ്ക്സ് പറയാൻ മാത്രമല്ല വിളിച്ചേ, എനിക്ക് നിങ്ങളെ കാണണം. സോറി. അല്ല, ഇത് പിന്നെ ചെക്കപ്പ് ചെയ്യണമെന്ന് പറയാൻ വന്നാ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ പേഷ്യന്റ് അല്ലേ. എന്നാ പിന്നെ നാളെ വൈകുന്നേരം 5 മണിക്ക് പിക്കാസോയിൽ മീറ്റ് ചെയ്യാം. ശരി. താങ്ക്സ്. ബൈ. ഒരു ഡോക്ടറുടെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റലും അവരുടെ പേഷ്യന്റ് മാത്രമാണോ? കൂട്ടുകാര്, ലവ്, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ലേ? എനിക്കതിന് നിങ്ങളെ പറ്റി ഒന്നും അറിയില്ലല്ലോ. എന്നാ അറിഞ്ഞോളൂ, എന്റെ പേരാണ് സമ്രാട്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ രാജ്യം തന്നെയാണ്. റാണി മാത്രമില്ല. നിങ്ങളുടെ വലിയ രാജ്യത്തില് നിങ്ങൾ എന്താ ചെയ്യുന്നേ? നല്ല ചോദ്യം. ഞാൻ എന്താ ചെയ്യുന്നത്? മണ്ണിനെ എടുത്ത് സ്വർണമാക്കി മാറ്റുന്ന ആളാണ് ഞാൻ. എന്നുവെച്ചാ? വെരി സിമ്പിൾ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങളോടൊപ്പം കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുന്നു. 2 ദിവസത്തിന് ശേഷം ഞാൻ നിങ്ങളെ പ്രേമിക്കാൻ തുടങ്ങിയാലോ? ലാഭം ലാഭം, രണ്ടത്തിലും ഒരു നഷ്ടവും ഇല്ല. എന്റെ മാരേജ് ഫിക്സ് ചെയ്തതാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞു. വാവ്, ഗ്രേറ്റ് ന്യൂസ്. കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പെണ്ണു വീട്ടുകാരുടെ സൈഡെന്ന് പറഞ്ഞാൽ മതി. കല്യാണത്തിന്റെ അന്നോ? നിന്നെയും പൊക്കിക്കൊണ്ട് ഇവിടുന്ന് അങ്ങ് ഓടിപ്പോവും. రాత్రంతా నువ్వే నా మాడిలో ఉన్నావు, నీ గురించి కళ్ళలు కంటున్నాను. నీ ప్రేమే కానేను సలా దిక్తాయనా, ప్రేమ గలీలో ఉంది గలీలో ఉంది. రాత్రంతా నువ్వే నా మదిలో ఉన్నావు, నీ గురించి కళ్ళలు కంటున్నాను. నీ ప్రేమే కానేను సలా దిక్తాయను, ప్రేమ గలీలో ఉంది గలీలో ఉంది. నువ్వు నా పక్కన వచ్చినప్పుడు ఏ గుండా కొట్టుకుంటుంది. ఇద్దరు ఒకటిన్నప్పుడు ఇదే శాశ్వతమైన ప్రేమ. ఇద్దరు ఒకటిన్నప్పుడు ఇదే శాశ్వతమైన ప్రేమ. ఓ ఓ ఓ ఓ. మీరు నా భావలను టకందిది ప్రేమ సీజన్. నీ ప్రేమలో మునిగిపోయాను, ప్రేమ యొక్క సరాంశం. మీరు నా భావలను టకందిది ప్రేమ సీజన్. నీ ప్రేమలో మునిగిపోయాను, ప్రేమ యొక్క సరాంశం.
నా హృదయంలో ఉన్నావు, మీరు నా ఆత్మలో ఉన్నారు. ఇద్దరు ఒకటిన్నప్పుడు ఇది శాశ్వతమైన ప్రేమ. ఇద్దరు ఒకటిన్నప్పుడు ఇది శాశ్వతమైన ప్రేమ. ఓ ఓ ఓ ఓ. నేను రోజులు జీవిస్తున్నాను నిన్ను కస్తూ, నేను భావాలను ఒప్పుకో వికారముగా. నేను రోజులు జీవిస్తున్నాను నిన్ను కస్తూ, నేను భావాలను ఒప్పుకో వికారముగా. నేను నిన్ను మిస్ అవుతున్నాను, కవికి నప్పి కావాలి. ఇద్దరు ఒకటిన్నప్పుడు ఇది శాశ్వతమైన ప్రేమ. ఇద్దరు ఒకటిన్నప్పుడు ఇది శాశ్వతమైన ప్రేమ. ఓ ఓ ఓ ఓ. ബോസ്, ഏത് ടൈപ്പ് ആളെയാണോ ചോദിച്ചത് അതേ ടൈപ്പിൽ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏയ്, നീ ചെല്ല്. ഇത് തിന്നാനാണോ ബോസ്? എന്തിനായിരിക്കും? എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അത് തന്റെ തലയിൽ വെക്കടോ. തലയിൽ വെക്കാനോ? എന്തിനായിരിക്കും? ഷൂട്ട്. ബോസ് എന്തായി പറയുന്നത്? അയ്യോ ബോസ്, ഇതിനു മുമ്പേ തന്നെ ഞാൻ കെട്ടാൻ വന്ന പൊണ്ണ് വിധവയായി പോകും. Shut up. Now shoot. എന്നോട് കരുണ കാണിക്ക്, എന്നെ വെടിവെച്ച് കൊല്ലല്ലേ, ഞാൻ വെറും പാവാണ്. ഞാൻ ചത്തുപോയോ എന്തോ? ഇല്ല, ചത്തില്ല. ഇനി ആപ്പിള് തിന്ന. അയ്യോ, എവിടെ പോയി? Good. Very good. അവനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. വാ വാ, എന്റെ പുറകെ വാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ താങ്ക്സ് ലോട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Hands up. Don't move. ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് മൂസയും അറിയില്ല. മര്യാദയ്ക്ക് ചോദിച്ചാൽ നീ പറയില്ല അല്ലേ? നിന്നെ കൊണ്ട് പുറകേക്കേണ്ട രീതി ഞങ്ങൾക്ക് അറിയാവണ. ഞാൻ പറയുന്നത് സത്യമാ. എനിക്ക് ഒരു മൂസയും അറിയില്ല. മൂസയെ നിനക്ക് അറിയില്ലല്ലേ? ഞങ്ങളുടെ കൈവശം എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. നീ മൂസയെ കാണാൻ പോയി. സത്യം പറയടാ. പറയാ. ഗുഡ്, വെരി ഗുഡ്. ഇത്തരം ഒരാളാണ് എനിക്ക് വേണ്ടത്. മൂസയ്ക്ക് വേണ്ടത് ജീവൻ പോലും പണയം വയ്ക്കാൻ തുനിഞ്ഞവനായിരിക്കണം. ഇന്നു മുതൽ നീ എനിക്ക് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യാൻ പോകുന്നത്. എനിക്ക് മാത്രമായിട്ട്. ഓക്കെ?
പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരാരും പോലീസുകാരല്ല, എല്ലാരും എന്റെ ആളുകളാണ്. മൂസോടൊപ്പം ചേർന്ന് ജോലി ചെയ്യണമെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഒരു കാര്യം നിന്റെ മനസ്സിൽ മാഞ്ഞു പോകാത്ത രീതിയിൽ എഴുതി കുറിച്ചു വെച്ചോ. എന്നോടൊപ്പം ഡബിൾ ഗെയിം കളിച്ചാലുണ്ടല്ലോ, അതിന്റെ ഫലം മരണമായിരിക്കും. ചാപ്റ്റർ ക്ലോസ്. നാളെ അറബിയിൽ നിന്ന് നമ്മുടെ ചരക്ക് വരുന്നുണ്ട്. സമ്രാട്ടിന്റെ ഗോഡൌണിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ചരക്ക് എന്റെ കയ്യിലെത്തണം. ഞാൻ പറഞ്ഞത് അതിനെ ഓവർടേക്ക് ചെയ്ത് കയ്യിലെടുക്കണം. ഈ തീക്കളിയിൽ എന്റെ ആളായിട്ട് അവിടെ ഒരുത്തനുണ്ടാകും, രാജ. നിങ്ങളാരും വിഷമിക്കണ്ട, ആ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് തന്നെ കരുതിക്കോ. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഇത്രയ്ക്ക് നിസ്സാരമായിട്ട് പറയരുത്. രാജായ്ക്ക് ഇമ്പോസിബിൾ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. രാജയുടെ വാക്കും പിസ്റ്റളിൽ നിന്ന് വെളി വന്ന ബുള്ളറ്റും ഒരിക്കലും ഫെയിൽ ആവില്ല. ഫെയിൽ ആയില്ലെങ്കിൽ അത് നല്ലത് തന്നെയാ. പക്ഷെ അറിയാതെ പോലും ആ സാമ്രാട്ടിന് മുമ്പിൽ ചെന്ന് പെടരുത്. അവര് നിന്നെ വെട്ടി കൊന്നു കളയും. സാമ്രാട്ടിന്റെ കണ്ണ് വെടിച്ചവനെ പറ്റിക്കുന്നത് എനിക്ക് എളുപ്പമുള്ള കാര്യമാണ്. This is called Royal Bengal Tiger. അയ്യോ ബോസ്, എന്തായി പറയുന്നത്? ബംഗാൾ കടുവളെന്ന് വെച്ചാ ക്രിക്കറ്റ് കളിക്കാരല്ലേ? അയ്യോ തെറ്റിച്ച് പറഞ്ഞതാ ബോസ്. ഇന്നലെ ഒന്ന് ചേർക്കൻ എന്നെ ബിസിനസ് പഠിപ്പിക്കാൻ വന്നിരിക്കുക. ഇനി നിന്റെ ചാപ്റ്റർ ക്ലോസ് ആടാ മോനെ. ആഹാ, അവന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ. സമ്രാട്ട് ഇപ്പൊ എന്ത് ചെയ്യും? ഇനി ഞാൻ ആരാണെന്ന് ആ സമ്രാട്ടിന് കാണിച്ചു കൊടുത്തേക്കാം. അവൻ ഇവിടെ ബിസിനസ് എങ്ങനെ ചെയ്യുന്നെന്ന് എനിക്കൊന്ന് കാണണം. അതിനെന്തിനാ ബോസ് ഗ്ലാസ് പൊട്ടിക്കുന്നത്? ഇവനാരാണ്? ആരടവൻ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നേ? നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണം. ഇടിച്ച് പറ. സാമ്രാട്ടിന്റെ സാധനം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. സൂപ്പർ, സബാഷ് മോനെ സബാഷ്. അവനെ നീ കടത്തി വെട്ടിയല്ലേ? രാജ സാമ്രാട്ടിന്റെ കണ്ണിൽ പൊടിയിട്ട് അവനെ ഒരു പാഠം പഠിപ്പിച്ചു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു. സമ്രാട്ട്, കിങ് ഈസ് ഹിയർ. സമ്രാട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് സമ്രാട്ട്. ഇനി നീ ഒന്നും പറയണ്ട. ഇതുപോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ ഈ കണ്ണുകളിൽ നീ ഇപ്പൊ എന്താണ് കാണുന്നത്? നിന്റെ കണ്ണിൽ ഞാൻ എന്നെയാണ് കാണുന്നേ. പക്ഷെ ഞാൻ എന്താ കാണുന്നതെന്നറിയാവോ? എന്താ? നാശനഷ്ടം. നിന്നോട് പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. ഓ, വീണ്ടും തുടങ്ങിയോ? ഇനിയെങ്കിലും നീയും ഞാനെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം പ്രശ്നമായി തീരും. കല്യാണോ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് ഞാൻ എപ്പോ പറഞ്ഞു? പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ ടെസ്റ്റിൽ നീ പാസ്സായിരിക്കുക. എന്നുവെച്ചാൽ നീ എന്നെ നീ എന്നല്ലേ വിളിച്ച് സംസാരിച്ചത്? സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രേമം കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്റെ പ്രൊഫഷണൽ കരിയർ സ്പോയിൽ ചെയ്യാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഓ, ഇവിടെ ഭയങ്കര ലവ് സ്റ്റോറി ആണല്ലോ ഓടുന്നത്. അത് മാത്രമല്ല, നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ജീവിച്ച കാരണം ജീവിതം പോകുമെന്നൊക്കെ? അത് തന്നെയാ. പ്രേമമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരു ഫോട്ടോ എടുത്തു കളയാം. ലവ് ഈസ് ബ്ലൈൻഡ്. പക്ഷെ വിവാഹം നമ്മുടെ കണ്ണിലൊക്കെ തെറ്റായ ട്രീറ്റ്മെന്റ്. എന്നിട്ടും ജനങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ. ഇതാണ് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ പ്രേമം. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കഥ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് വീണ്ടും എപ്പോ മീറ്റ് ചെയ്യാം? ഓഹോ, ഞാൻ അതിന് നിന്നെ വീണ്ടും കാണാന്നുള്ള വാക്ക് തന്നിട്ടില്ലല്ലോ.
ഞാൻ ഇവിടെ നിന്നെ പറഞ്ഞിരിക്കാൻ തീരുമാനിച്ചിട്ടല്ല. സമ്രാട്ടിനെ കൊല്ലുന്നത് സ്വപ്നത്തിൽ മാത്രമേ സംഭവിക്കൂ. അവനെ ആർക്കും തൊടാൻ പോലും പറ്റില്ല. അവന്റെ ചാപ്റ്റർ ഞാനിപ്പോ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാടാ. ശരിക്കും ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാ. സന്തോഷത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന സ്റ്റേജിലാ. അവന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. എന്നാലും അവനെ ഒന്ന് വിളിച്ചേക്കാം. സമ്രാട്ടിനോട് നേരിട്ടൊന്ന് സംസാരിച്ചേക്കാം. പറയേ. എന്താടാ സമ്രാട്ട്, കൊടുക്കാറില്ലെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നീ എടുക്കാറേ ഉള്ളൂ. പക്ഷെ നിന്റെ സാധനം ഇപ്പൊ എന്റെ കയ്യിലാടാ. സമ്രാട്ടിന്റെ സാധനം ഒരുപാട് നേരം ഒന്നും ഒരാളുടെ കയ്യിലുണ്ടാവില്ല. അതും സമ്രാട്ടിന്റെ പെറ്റ് അനിമലാണ്. ഇനി 24 മണിക്കൂറിനകം ആ സാധനം എന്റെ കയ്യിൽ എത്തിച്ചു തരും. ധൈര്യം ഉണ്ടെങ്കിൽ തടഞ്ഞു നിർത്താൻ നോക്കടാ. Okay, Musa is waiting. Gang is coming. Musa is waiting. Welcome. Just wait. King is coming. വാടാ 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 വാടാ, നേരിട്ട് വാടാ. അവിടെ ഉണ്ടായിരുന്ന സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞു. കലക്കി കലക്കി മറിച്ചു. അവന്റെ പേരെന്താ പറഞ്ഞത്? റോക്കറ്റ്. റോക്കറ്റ്. ഇന്ന് മൂസ നിന്റെ പോക്കറ്റ് നിറയ്ക്കാൻ പോവാ. കൊടുത്തല്ലോ ബോസ്. ഇതും വേണോ? കൊള്ളാം. കലക്കി കലക്കി. എൻജോയ് മാൻ, എൻജോയ്. അടിപൊളി, കൊള്ളാം. ഇവരുടെ കയ്യിൽ ഇത്രയും കാശ് കൊടുക്കുന്നത് ശരിയാണോ ബോസ്? ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പിന്നെ നീ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്റെ സ്ഥാനത്ത് ഉണ്ടാകും. ഞാൻ നിന്റെ സ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. മറ്റുള്ളവന്റെ കാല് നക്കാനല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒന്നും പറ്റില്ലടാ. വേറെ സംസാരം മാത്രമേ ഉള്ളൂ. ബോസ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചൂടെന്ന്. വന്ന കാര്യം പറ. ബോസ്, അവൻ അവന്റെ സ്വന്തം ബോസിനെ തന്നെ ചതിച്ചവനാ. പിന്നെ ഈ ബോസിനെ ചതിക്കില്ല എന്ന് ആര് കണ്ടു? ശരി, ആ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. ബ്രോ, നിങ്ങളോ? ഒരുപാട് കാലമായിട്ട് നീ എനിക്ക് വേണ്ടി ജോലി ചെയ്തോണ്ടിരിക്കുവല്ലേ. എന്നിട്ട് ഇതുവരെ ഞാൻ നിന്നെ ഹഗ് ചെയ്തിട്ടേ ഇല്ല. വാ. ഒരു ദിവസം നീ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു? എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ പോലും തരുമെന്ന്. ഇന്നാണടാ ദിവസം. സമ്രാട്ടിന്റെ കണ്ണിൽ പൊടിയിട്ട് തോൽപ്പിക്കാൻ സ്വപ്നത്തിൽ മാത്രമേ പറ്റൂ. റിയാലിറ്റിയിൽ കഴിയില്ല. സമ്രാട്ട് ഉറങ്ങുന്ന നേരത്തും ഉണർന്നിരിക്കുന്നവനാടാ. ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയില്ല. ബോസ്, റോക്കറ്റിന്റെ കഥ കഴിഞ്ഞു. നീ എന്താ പറഞ്ഞത്? അതെ ബോസ്, സമ്രാട്ട് റോക്കറ്റിനെ കാച്ചിക്കളഞ്ഞു. സമ്രാട്ടാ വിളിക്കുന്നത്.
പറ. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ 24 മണിക്കൂറിൽ ആ സാധനം ഞാൻ തിരിച്ചു പിടിക്കുമെന്ന്? പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. സമ്രാട്ട് ഒരുതരം തീയുടെ പേരാണ്. അവനോടൊപ്പം കളിച്ചാലുണ്ടല്ലോ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോവും. എന്താടാ നോക്കി നിൽക്കുന്നത്? രാജയ്ക്ക് ഫോൺ ചെയ്യും. ശരി. ബോസ്, ആള് ഫോൺ എടുക്കുന്നില്ല. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ല്. ശരി. ഹേ രാജാ, രാജാ എവിടെയാ? ഞാനിപ്പോ കുളിച്ചോണ്ടിരിക്കുവാ, ഞാൻ വരാം. ഒന്ന് വേഗം വാ, കഥ കഴിഞ്ഞിരിക്കുക. വരാന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടം ഇത്. ഛേ, ഇതാരോ കടിച്ചു വെച്ചതാ. ഇത് മതി. ചീഞ്ഞിരിക്കുന്നു. ഇത് വയർലെസ് ആണല്ലോ. വയർലെസ്. അയ്യോ രാജ, ഇനി ഇയാൾ പോലീസാണോ? പോലീസ് യൂണിഫോമില് ഞങ്ങളോടൊപ്പം കൂടി ഇങ്ങനെ പറ്റിക്കേണ്ട കാര്യം എന്താ അവന്? ബോസിനോട് ഇപ്പൊ തന്നെ കാര്യം പറയാം. ബോസ്, വലിയ ചതി പറ്റി ബോസ്. എന്ത്? രാജ ഒന്നുമില്ല, അത് പുള്ളി ഇതാ വന്നു. ആ ശരി. എന്തൊരു കഷ്ടകാലമായത്. കുടുങ്ങി. എന്താ? കള്ളനും പോലീസും കളിക്കുമ്പോൾ എപ്പോഴും വിജയിക്കുന്നത് പോലീസ് തന്നെയായിരിക്കും. ഞാൻ പുറത്തിറങ്ങട്ടാ, നിനക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ആലോചിക്കുന്നത് ഞാൻ ഇന്നലെ തന്നെ ആലോചിക്കുന്നവനാ. എന്നെ അടിക്കല്ലേ രാജാഭായ്, എനിക്ക് സത്യമായിട്ട് ഒന്നും അറിയില്ല. വെറുതെ എന്തിനാ എന്നെ അടിക്കുന്നേ? ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. മിണ്ടരുത്, കൂടുതൽ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട. എന്നാ ശരി. ഇനി അടിക്കാനാണ്? ഇല്ല, ഇനി നിന്നെ തല്ലില്ല. അതിനു പകരം മൂസയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങളോട് പറയണം. അയ്യോ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. നിന്റെ സഹോദരിയുടെ മാനം രക്ഷിച്ചത് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. പക്ഷെ നിന്റെ അനിയത്തി അങ്ങ് കത്തിക്കരിഞ്ഞു പോയാലോ? ഒരുപക്ഷെ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചാലോ? അതിപ്പോ എങ്ങനെയുണ്ടാവും? വേണ്ട, ദേവി തന്റെ അനിയത്തി ഒന്നും ചെയ്യല്ലേ. നിന്റെ ഫാമിലിയുടെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലായിരിക്കുന്നത്. ആലോചിക്കുക. ഞാൻ എല്ലാം പറയാം. എന്നെ ദേവിയത് വെറുതെ വിടണം. ഞാൻ ബോസിനോട് ഇതിനെ കുറിച്ച് ഒന്നും പറയില്ല. നിങ്ങൾ പോലീസാണെന്നുള്ള കാര്യം പറയില്ല. എന്തിനാ എടുക്കുന്നത്? നീ നല്ലവണ്ണം ആലോചിച്ചോ. ഈ നാട് നമുക്ക് അമ്മയെ പോലെ. അയ്യോ, എന്റെ അമ്മയുടെ സത്യം, ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. ശരി, ഇവനെ ഇറക്കി വിട്ടേക്ക്. ഓക്കേ സർ. രാജാ, ഞാൻ ഇറങ്ങാം. യെസ് സർ. എന്തൊരു കഷ്ടകാലമായത്. എന്തിനാ എടുക്കുന്നത്? അയ്യോ സാർ, എന്തിനാ സാർ പിന്നെ അടിക്കുന്നത്? ഇതിപ്പോ ഫ്രീ ആയിട്ട് തന്നതാ. ഇപ്പൊ ചെല്ലേ, നീയും ഫ്രീയാ. വേലം കിട്ട വേദന തന്നെ ഇനിയും മാറിയിട്ടില്ല. അതിനടക്ക നിന്നെ ഒരുതിനെ മാത്രം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ കണക്കൂട്ടലുകൾ അല്പം പിഴച്ചുപോയതുകൊണ്ട് സമ്രാട്ടിന്റെ സാധനം എടുക്കാൻ പറ്റിയില്ല. ഇതുപോലെ അവൻ ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എനിക്കൊന്നും പറ്റാത്ത അവസ്ഥയാവും. അവൻ എന്നെ ടോട്ടലായി നശിപ്പിക്കും. സമ്രാട്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴെന്തെങ്കിലും ചെയ്തേ പറ്റൂ. കഴിവടാ മോനെ, എന്തിനാടാ കരടിയെ പോലെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്?
വാ തുറന്ന് എന്തെങ്കിലും പറയടാ. കിടന്ന് നെളിയാതെ വായ തുറന്നു പറ. ബോസിന് എന്നെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞാൻ ഇവിടുത്തെ ഒരു വമ്പം പുള്ളിയാ. ഇപ്പൊ എല്ലാവരുടെയും പിടി എന്റെ കയ്യിലാ ഉള്ളത്. സമ്രാട്ടിന്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താണത്? ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലാ. ആ പെണ്ണിനോട് പ്രേമം മൂത്ത് അങ്ങേർക്ക് ഭ്രാന്തളയിരിക്കുക. എന്തുവച്ചാ? ഒന്ന് ക്ഷമിക്കൂ സാറേ, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതൊന്ന് നോക്കിയേ. ഇതെന്താ ഇത്? ഒന്ന് നോക്ക് ബോസ്. എന്താ കാണുന്നില്ലേ? അത് ആരുടെ ഫോട്ടോയാടോ? എന്താ ഇത്? ബോസിന് കണ്ണ് കണ്ടൂടെ? അയ്യോ ബോസ്, ഞാനുള്ളതല്ലേ പറഞ്ഞത്. എന്തിനാ അടിക്കുന്നത്? അത് ആരുടെ ഫോട്ടോ എന്ന് ശരിക്കും നോക്കണം. എവിടെ നോക്കട്ടെ, നോക്കട്ടെ. അയ്യോ ബോസ്, മാറിപ്പോയതാ. ദേ ഇത് നോക്ക്. ദൈവമേ, ഇനി ഈ ഫോട്ടോയും മാറിപ്പോയോ? ഇല്ല ഇല്ല ഇല്ല. എന്താ സാറേ ഇത്? സാർ എന്തിനാ അടിക്കുന്നത്? ഇപ്പൊ എന്തിനാ തല്ലിയത് ഞാൻ പിന്നെ പറയാം. എന്ത് ചെയ്താലും അത് ശരിയാവുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഒന്നിലും അത്ര തിടുക്കം വേണ്ട. അവൻ വളരെ ഇന്റലിജന്റ് ആണ്. അവനെ പെട്ടെന്ന് ഭേദമാക്കണമെന്നല്ലേ ചിന്തിക്കൂ. സമ്രാട്ടിനെ പിടിക്കാൻ വേണ്ടി ഇപ്പൊ എന്താ പ്രത്യേകിച്ച് വലയും വിരിച്ചിരിക്കുകയാണ് അവൻ. മൂസയെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് സമ്രാട്ടിനെ പിടിക്കുന്നത് അത്ര വലിയ കാര്യമല്ല. ഡെഫിനറ്റ്ലി വി വിൽ ക്യാച്ച് ഹിം. ഓക്കെ ഓക്കെ ഓക്കെ. മോത്തി, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. നമസ്കാരം. നമസ്കാരം. സാറുണ്ടോ? ഉണ്ടല്ലോ. കയറി വാ. രാജ, നിങ്ങളായിരുന്നു. ഇരിക്കൂ. താങ്ക് യു സാർ. കുടിക്കാനെന്താ എടുക്കണ്ടേ? മോത്തി, പറയൂ സാർ. ചായ എടുത്തു കൊടുക്ക്. അല്ല വേണ്ട സാർ, ഇരിക്കട്ടെ. താഞ്ചല്ലേ. ശരി സാർ. അല്ല, ഇപ്പൊ എന്താ പ്രത്യേകിച്ച്? ആക്ച്വലി സാർ, ഞാനത് എന്താ പറഞ്ഞു. മനസ്സിലായി. എന്നും ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് എന്റെ മോളെ നിനക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? നോക്ക്, ഓഫീസിലാണ് ഞാൻ നിനക്ക് മേലുദ്യോഗസ്ഥൻ. പക്ഷെ ഈ വീട്ടില് ഞാൻ നിന്റെ ഭാവി അമ്മായിയച്ഛനാണ്. തന്നെയുമല്ല, നിങ്ങളുടെ എൻഗേജ്മെന്റും കഴിഞ്ഞതാണ്. ഇനി എന്തിനാ നാണിക്കുന്നത്? അല്ല സാർ, അതല്ല. രാജ, ഞാൻ വളരെ സന്തോഷവാനാണ്. നീ നിന്റെ ഡ്യൂട്ടിയിൽ വളരെ ആത്മാർത്ഥതയുള്ള ആളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സമ്രാട്ടിനെയും മൂസയും പിടിക്കാനായി നീ നടത്തുന്ന ഓരോ ശ്രമങ്ങളും വേണമെങ്കിൽ നോക്കിയോ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു മാതൃകയായിരിക്കും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്ന് രാത്രി ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി. അല്ല വേണ്ട സാർ. നമ്മൾ എപ്പോഴും കള്ളന്മാരുടെ കാര്യം മാത്രമല്ലേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇന്നൊരു മാറ്റം ഉണ്ടായിക്കോട്ടെ. പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചോ? അത് സാറേ, മൂസയും സാമ്രാട്ടിനെയും പിടിക്കുന്നതിന് മുന്നേ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല സാർ. ഓക്കെ മൈ സൺ, ഐ ആം പ്രൗഡ് ഓഫ് യു. സാർ, ആരോഹി എവിടെയും കാണുന്നില്ലല്ലോ. എവിടെയവൾ? ആരോഹി അവളുടെ മുറിയിലുണ്ട്. കാണണോ? ചെല്ലടോ. എനിക്കകത്തോട്ട് വരാമോ? നീയോ? വരൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം നിന്നെ കാണാൻ വന്നത്. ദിവസം മുഴുവനും ഞാൻ ജോലിയിൽ ബിസിയാണ്. നീയും ഇപ്പോഴൊക്കെ ഒരുപാട് ബിസിയാണല്ലേ? ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോണ്ട് കുറച്ച് വർക്ക് പ്രഷറൊക്കെ ഉണ്ട്. മാനേജ്മെന്റ് റിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആദ്യം ഞാൻ പറയുന്ന കേക്ക്.
ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പ്രയാസമാണ്, പക്ഷെ അത് ബ്രേക്കപ്പ് ചെയ്യാൻ വളരെ ഈസിയുമാണ്. പരസ്പര വിശ്വാസം, സ്നേഹം, ചുമതലകൾ, ഒരാളെ മറ്റൊരാൾ നല്ലപോലെ മനസ്സിലാക്കുന്നത്, അതാണ് ഒരു റിലേഷൻഷിപ്പിനെ വളരെ ഡീപ്പായ റിലേഷൻഷിപ്പാക്കി മാറ്റുന്നതും. പക്ഷെ അത് ഫേക്ക് ആണെങ്കിൽ വാടിയ ഇലകൾ പോലെയാവും. നിന്നെ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് വരാൻ പറഞ്ഞത്. കാരണം നിനക്ക് എന്നെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ശരിക്കും ഞാൻ ആരാണെന്നറിയില്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്നും അറിയില്ല. നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്തരത്തിൽപ്പെട്ട ആളൊന്നുമല്ല. ഞാൻ എന്താണ് പറയൂ. എന്താടാ മിണ്ടാത്തൊന്നും ഇല്ലാത്തത്? ഉറങ്ങിപ്പോയോ? സമ്രാട്ട് ഉറങ്ങുന്ന സമയത്ത് പോലും ഉണർന്നിരിക്കും. സമ്രാട്ടിന്റെ കണ്ണിൽ ആർക്കും തന്നെ പൊടിയിടാൻ പറ്റില്ല. നീ ഇവിടെ? ഡോക്ടറിന്റെ ഡ്യൂട്ടി ഇപ്പോഴൊക്കെ ഇവിടെയാണ് നടക്കുന്നത് അല്ലേ? ആരോ പറഞ്ഞത് വളരെ ശരിയാണ്. എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. നീ ശരിക്കും ആരാണെന്ന് അവൾക്കറിയാമോ? അവളുടെ അടുത്ത് പറഞ്ഞോ? എന്റെ ചോദ്യം അല്പം തെറ്റിപ്പോയി. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ഹൈജിയുടെ മോളോടൊപ്പം പ്രേമിച്ച് നടക്കുന്നു. ആ കാര്യം നീ എങ്ങനെ വാതുറന്ന് പറയും? നിന്നെ കുറിച്ച് അവൻ പറഞ്ഞതെല്ലാം സത്യമാണോ? യെസ്, ഞാൻ സാമ്രാട്ടാണ്. ബട്ട് ഐ റിയലി ലവ് യു. അത് പറയാനായിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. യു ആർ റൈറ്റ്. എവറിത്തിങ് ഈസ് ഫെയർ ആൻഡ് ലവ് ആൻഡ് വാർ. ബട്ട് ഇനി ഒരുപാട് കളികൾ നമുക്ക് കളിക്കാനുണ്ട് മിസ്റ്റർ രാജ ചൗധരി. യു ആർ അണ്ടർ അറസ്റ്റ്. അയ്യോ, സമ്രാട്ട്! ആരോഹി, നിനക്ക് ബുദ്ധിയില്ലേ മോളെ? ആ മാഫിയ സമ്രാട്ടിനെ വിശ്വസിച്ചു. അച്ഛന് വേണമെങ്കിൽ അവൻ മാഫിയ സമ്രാട്ടായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അവൻ നല്ലൊരു മനുഷ്യനാണ്. ദേ നോക്ക്, ഇന്ന് നീ കാരണമാണ് അവന്റെ ജീവൻ പോയത്. എന്നെ കിട്ടാൻ വേണ്ടി നീ ഇത്രക്ക് തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഐ ആം നോട്ട് എ പപ്പറ്റ്. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ കൺട്രോൾ ചെയ്യാൻ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ചെയ്യുന്നത്. നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നിങ്ങളെ കുറിച്ച് ഞാൻ നല്ലോണം മനസ്സിലാക്കി. ഡോണ്ട് ട്രൈ ടു കൺവിൻസ് മീ പ്ലീസ്. എന്താ നിന്റെ അഭിപ്രായം? സമ്രാട്ട് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? സർ, സമ്രാട്ട് അത്രയും എളുപ്പമൊന്നും മരിക്കില്ല. എനിക്ക് അവൻ ജീവനോടെ ഉണ്ടെന്നാ തോന്നുന്നത്. ആർ യു ഷുവർ? അവന്റെ ഡെഡ് ബോഡി ഞാൻ കാണുന്നത് വരെ, ആ നിമിഷം വരെ ഞാൻ അവൻ മരിച്ചു എന്ന് വിശ്വസിക്കില്ല. ഞാൻ ഏതോ ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട്, ഒരു ദേശത്തിൽ രണ്ട് സാമ്രാട്ട്മാരിക്കാനാവില്ല. സിസ്റ്റം ചേഞ്ച്. പഴയ സാമ്രാട്ടിന്റെ കഥ ഞാൻ അവസാനിപ്പിച്ചു. ഈ നിമിഷം മുതൽ ഞാനാണ് ഈ അധോലോകത്തിന്റെ സാമ്രാട്ട്. ഞാനല്ലാതെ ഇവിടെ സാമ്രാട്ട് എന്ന് പറയുന്ന വേറെ ആരും ഇല്ല. ഇനി നമുക്കൊരു ടെൻഷനും വേണ്ട. ഇനി ഞാൻ എല്ലാം പൊളിച്ചെടുക്കും, നോക്കിക്കോ. എല്ലാരും ചെല്ല്, അടിച്ചു പൊളിച്ച് ആഘോഷിക്ക്. ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷിക്ക്. എൻജോയ്, കം ഓൺ.
ബുള്ളറ്റാണ്, സ്ലീപ്പിംഗ് പില്ലല്ല. നീയോ? കിങ് ഈസ് ഹിയർ. നീ ശരിക്കും മണ്ടൻ തന്നെയാ. വെറും ഒരൊറ്റ ബുള്ളറ്റും കൊണ്ട് ഈ സാമ്രാട്ടിനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പറഞ്ഞയക്കാൻ നീ കരുതിയല്ലേ? അതെങ്ങനെയാടാ നീ അങ്ങനെയൊക്കെ ആലോചിച്ചത്? ഇത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാ. ആ സാധനത്തിന് ബുള്ളറ്റ് തടയാനായിട്ടുള്ള പവറുണ്ട്. നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? സമ്രാട്ട് എവിടെയാണെന്നാ? സമ്രാട്ട് ഇവിടെ തന്നെ ഉണ്ടടാ. സമ്രാട്ടിനെ ആരെങ്കിലും കൊല്ലണമെങ്കിൽ അത് സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ. റിയാലിറ്റിയിൽ അത് അസാധ്യമാണ്. നീ കഥകളിലൊക്കെ വായിച്ചതൊക്കെ ശരിയായിരിക്കും. ഒരു രാജ്യത്തിൽ 2 സാമ്രാട്ട്മാർ പാടില്ല. ഞാൻ ഇവിടെ ജീവനോടെ ഉള്ളത് വരെ മറ്റൊരു സാമ്രാട്ട് ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ശേഷവും ഇവിടെ ഒരു സാമ്രാട്ടും വരില്ല. ഞാൻ തന്നെയാണ് ആദ്യത്തെ സമ്രാട്ടും പിന്നെ ഞാൻ തന്നെയാണ് അവസാനത്തെ സമ്രാട്ടും. സമ്രാട്ടിനെ എടുക്കാൻ മാത്രമേ അറിയാവൂ, കൊടുക്കാൻ അറിയില്ല. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, ഞാനിപ്പോ നിന്നെ ഒന്നും ചെയ്യത്തില്ല. അത്ര ഈസിയായ മരണമൊന്നും ഞാൻ നിനക്ക് തരില്ല. അതാണ് നിനക്കുള്ള ശിക്ഷ. നീ എപ്പോഴും ചാകാനായി തയ്യാറായിരിക്കണം. പക്ഷേ ഞാൻ നിന്നെ പെട്ടെന്ന് തന്നെ വന്ന് കൊല്ലും. ആ ഒരു നിമിഷം നീ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതാണടാ ഈ സമ്രാട്ടിന്റെ സ്റ്റൈൽ. നീ The king is here. I really love you. You are under arrest. അവനാരാ? പറയേ. രാജ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഞാനും അവനും തമ്മിൽ എൻഗേജ്മെന്റ് നടന്നേ. നീ ആരാ? ഞാൻ ആരോഗ്യ. പിന്നെ നിന്റെ അച്ഛൻ? എന്റെ അച്ഛൻ ഐജിയാണ്. വാവ്. അച്ഛൻ പോലീസില്, ഭാവി വരനും പോലീസുകാരനാ. പക്ഷെ നീ ഡോക്ടറുടെ പേരിലുള്ള പോലീസിന്റെ സോഴ്സ്. ഫാന്റാസ്റ്റിക്. Shoot me. Shoot me. Misfire. എന്നെ വിശ്വസിക്ക്. എനിക്കൊന്നും അറിയില്ലായിരുന്നു നീ ഒരു മാഫിയാണെന്ന്. എനിക്ക് അന്നേ അറിയാമായിരുന്നു. എന്നിട്ട് എനിക്ക് നിന്നെ ഇന്നും ഇഷ്ടമാണ്. അച്ഛൻ രാജയുടെ കൂടെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്ന സമ്രാട്ട്, നിന്നെ മാത്രം. Believe me.
മോത്തി മോത്തി ആ പറയൂ സർ. ആരോഹിയോട് പറയാ രാജ വന്നിട്ടുണ്ടെന്ന്. മോൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല സർ. ആ? ഇത്ര സമയമായിട്ട് അവിടെ എന്താ വരാത്തത്? ശരി, താൻ ചെല്ല. ശരി സർ. രാജ, ആ പറയൂ സർ. നീ എന്തെങ്കിലും കഴിക്കുന്നു? ഇല്ല സർ, താങ്ക് യു. നിക്ക്. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? എന്താ നിന്റെ അഭിപ്രായം? ഇത്രയും നേരം നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചത് കേട്ടില്ലേ? സമ്രാട്ടിനെ കാണാൻ പോയിരുന്നു. നീ പറഞ്ഞത് ശരിയാണ്. അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. എന്തൊക്കെ ശ്രമിച്ചാലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും എന്റെ സ്നേഹം തകർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്രാട്ട് മോശക്കാരനായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അവൻ വളരെ നല്ലവനാണ്. അവന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ എന്നെ ജീവനോടെ വെറുതെ വിടില്ലായിരുന്നു. പക്ഷേ സാമ്രാട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം അവനും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആരോഹി, നീ എന്നെ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. ഇപ്പോഴും സമയമുണ്ട്, നിന്റെ മനസ്സ് മാറ്റി. നീ അങ്കിൾ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. ആ പറ, ബുള്ളറ്റ് കൊണ്ടതിന് ശേഷം എങ്ങനെയുണ്ട്? ബുള്ളറ്റ് കൊണ്ടതിന് ശേഷം എനിക്ക് എങ്ങനെയുണ്ടെന്ന് നിനക്ക് അറിയാൻ നല്ല ആഗ്രഹമല്ലേ? വിഷമിക്കണ്ട, ഒരല്പസമയം വെയിറ്റ് ചെയ്യേ. എത്രയും പെട്ടെന്ന് നിനക്കതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാവും. ബുള്ളറ്റ് കൊണ്ടതിന് ശേഷം നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. മൂസയുടെ അല്ല, അടുത്ത ബുള്ളറ്റ് ഷൂട്ട് ആവുന്നത് എന്റെ കണ്ണിൽ നിന്നായിരിക്കും. അതോടെ നിന്റെ ചാപ്റ്ററും ക്ലോസ് ആവും. അതാരായാലും സമ്രാട്ടിനെ സ്വപ്നത്തിൽ മാത്രമേ കൊല്ലാൻ സാധിക്കൂ. റിയാലിറ്റിയിൽ ഒരിക്കലും അത് സാധ്യമല്ല. ഇനി നീ എത്ര ദിവസം കൂടെ ജീവിക്കുമെന്ന് നമുക്ക് കാണാം. ഇപ്പൊ പറയടാ, നീ ഇപ്പൊ എന്തിനാ ആരോഗ്യ ഫോൺ ചെയ്തേ? ഞാൻ വിചാരിച്ചത് നീ ഒരു പോലീസുകാരനാന്നാ. പക്ഷെ നീ ഇപ്പൊ ആരോഗ്യയുടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് മാറിയിരിക്കണല്ലോ. ഇതിനപ്പുറം നീ ഒരു വാക്ക് സംസാരിച്ചാലും ഞാൻ നിന്റെ നാക്ക് വെട്ടിയെടുക്കും. പറഞ്ഞേക്കാം, കാത് തുറന്ന് കേക്ക്. അവളെന്റെ ഫ്യൂച്ചർ വൈഫാകാൻ പോകുന്നതാ. ആണോ? അപ്പൊ ആരോഗ്യം നിന്റെ ഫ്യൂച്ചർ വൈഫാണല്ലേ? പക്ഷെ ഞാനാണ് അവളുടെ ഭാവി വരൻ. ആരോഹി ഈസ് ഓൺലി ഫോർ സമ്രാട്ട്. നീ വേണമെങ്കിൽ നോക്കിക്കോ, കണ്ണു തുറന്ന് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നങ്ങൾ എല്ലാരും കാണുന്നുണ്ട്, അതെല്ലാവർക്കും സഫലമാവില്ല. ആരോഹി എന്റേത് മാത്രമാണ്. കൊടുക്കാൻ അറിയില്ല. നിന്റെ ഈ സ്വപ്നം ഒരിക്കലും സഫലമാവില്ല. ഇറ്റ്സ് എ ചാലഞ്ച്. ശരി, അത് നമുക്ക് നോക്കാം. ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെച്ച് നോക്ക്. നിനക്ക് അവളെ നിഴൽ പോലും കാണാനാവില്ല. ഈ കളി നീ ആയിരിക്കും തുടങ്ങിയത്, അവസാനിപ്പിക്കാൻ പോകുന്നത് ഞാനാ. കളി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ മിസ്റ്റർ സെക്യൂരിറ്റി ഗാർഡ്.
എന്താടാ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് എന്നെ വിളിച്ചത്? ആദ്യം ഞാൻ വിചാരിച്ചത് നീ ഒരു മണ്ടനാണെന്നാ, പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു നീ മഹാമരമണ്ടനാണെന്ന്. അല്പസ്വല്പ വിവരമുള്ളവരും മറ്റുള്ളവരൊക്കെ തന്നെക്കാളും വിഡ്ഢികളായിട്ടും പരമവിഡ്ഢികളായിട്ടും വിചാരിക്കും. നോക്ക്, തീക്കളിയാണ്, മനസ്സിലായല്ലോ? ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. മണ്ണോടെ മണ്ണാക്കോടാ. നീ അത് ഒന്നുകൂടി പറ. ഈ സാമ്രാട്ടിന്റെ ഇമേജ് ഒറ്റ നിമിഷം കൊണ്ട് എന്റെ രാജയെ കൊണ്ട്, മനസ്സിലായല്ലോ? എന്നെ കുറിച്ച് നീ പിന്നീട് ആലോചിക്ക്. മുട്ടയും പാലും കൊടുത്ത് നീ ഏത് പാമ്പിനെയാണോ വളർത്തിയെടുക്കുന്നത്, അവൻ നിന്നെ കൊത്താൻ ഒരുപാട് സമയം പിടിക്കത്തില്ല. എന്താ പറഞ്ഞത്, പാമ്പെന്നോ? കള്ളനും കൂടെ ഫ്രണ്ട്സ് ആകാൻ പറ്റും. കള്ളനും പോലീസും കൂടെ കൂട്ടുകാരാവുന്നത് ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത്. നിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നീ വിചാരിക്കുന്ന രാജയുണ്ടല്ലോ, അവൻ പോലീസുകാരനാണ്. ഞാൻ പറയുന്നത് നിനക്കതറിയാവോ? ഇത് ഒന്നുകൂടി പറ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ ഒരു മഹാമരമണ്ടനാടാ. ആണോ? പോലീസ് തന്നെ നല്ലപോലെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുവാ. പക്ഷെ ആ കാര്യം നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പറ്റില്ല, നിനക്കൊന്നും എന്റെ സ്പൈ ആയിട്ട് പോലും വർക്ക് ചെയ്യാൻ പറ്റില്ല. നീ കുടുങ്ങിപ്പോയി മോനെ. സമ്രാട്ടിന് വേണ്ടി വലവിരിച്ച് നീ തന്നെ വലയിൽ വീണല്ലേ. നല്ലോണം എൻജോയ് ചെയ്യടാ. രാജ, നീയല്ലേ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ കേട്ടതെല്ലാം സത്യമാണോ? നിങ്ങൾ എന്ത് കേട്ടു? ഞാനൊന്നും കേട്ടില്ല. കേൾക്കോടാ, എല്ലാം അറിയാം. അയ്യോ ബോസ്, എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ രാജ പോലീസുകാരാണെന്ന് നിനക്ക് അറിയില്ലേ? എനിക്കറിയായിരുന്നു, പക്ഷെ അതിനുശേഷം നീ എന്താ കാര്യം എന്നോട് പറയാത്ത? രാജ പ്രൈസ് കൊടുക്കാൻ ആഗ്രഹിച്ചു അല്ലേ? ബോസ്, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഹലോ, പറ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? രാജയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ അയാൾ എന്നെ കൊന്നു കളയും. നിങ്ങളെ കുറിച്ച് അയാളോട് ഞാൻ പോയി പറഞ്ഞ നിങ്ങൾ എന്നെ കൊന്നു കളയും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നോക്ക്, ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ദൈവം നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. By the way, മൂസയ്ക്ക് നിന്നെ കുറിച്ച് അറിയില്ല അല്ലേ? അതോർത്ത് വിഷമിക്കണ്ട, അതവൻ ഒരിക്കലും അറിയില്ല. ഒരുപക്ഷെ ഇൻഫോർമർ ചതിച്ചതാണെങ്കിലോ? ഐ ഹോപ്പ് പോലീസിന് ഭയം കാരണം അങ്ങനെ അവൻ ചെയ്യാൻ സാധ്യതയില്ല. ബട്ട് വാട്ട്? എനിക്കൊരു കാര്യത്തിൽ സംശയമുണ്ട് സർ. അവൻ ഇന്ന് രാവിലെ എൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്ത്. ഇന്നവൻ നമ്മുടെ സ്റ്റേഷനിലോട്ടും വന്നിട്ടില്ല. I see. എക്സ്ക്യൂസ് മീ സർ. Carry on. ഹലോ. എന്താടാ? ആണോ? നീ പറഞ്ഞില്ലേ സ്വപ്നം വെറും സ്വപ്നമായിരിക്കും, അത് ഒരിക്കലും സഫലമാവില്ല എന്ന്. ഞാനിപ്പോ നിന്റെ ഭാവി ഭാര്യയോടൊപ്പം ഒന്നിച്ചിരിക്ക. എവിടെയാ? നമ്പർ കണ്ടിട്ട് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ എവിടെയാണെന്ന് പറയടാ. അത് തേടി കണ്ടെത്തുന്നത് നിന്നെ പോലത്തെ സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലിയാ. ആണോ? നീ ഏരിയയിൽ പുതിയതാ? ഓക്കെ, ഞാൻ ചില ക്ലൂസ് ഒക്കെ തന്നേക്കാം. ടെലിഫോൺ ഓഫീസിലൊക്കെ ഫോൺ ചെയ്ത് ചോദിക്ക് ഇതേത് ഏരിയയിലെ നമ്പറാന്ന്. ഹലോ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഞാൻ രാജയെ സംസാരിക്കുന്നത്. എനിക്ക് ഒരു നമ്പറിനെ കുറിച്ച് ഇൻഫർമേഷൻ വേണം, ഉടനെ തന്നെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. വാട്ട്?
ഓക്കെ, താങ്ക്സ് സർ. സർ, ഇത് നിങ്ങളുടെ വീട്ടിലെ നമ്പറാണോ? അതെ, ഇത് ആരോഹിയുടെ റൂമിലെ നമ്പറാണല്ലോ. ഓ ഷിറ്റ്. രാജ ബിരിയാണി കഴിക്കുന്നോ? ഓ, സമ്രാട്ട് വാങ്ങിക്കൊടുത്തോണ്ട് നീ കഴിക്കില്ല അല്ലേ? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഈ ഗിഫ്റ്റ് ഉണ്ടോ? ഇതെനിക്ക് സമ്രാട്ട് തന്നതാ. കണ്ടില്ലേ, നീ ഇതിനെ കുറിച്ച് മറന്നു, പക്ഷെ അവൻ മറന്നില്ല. నేను తెలియక ఊపిరి పిలుచుకుంటాను. నేను తెలియక ఊపిరి పిలుచుకుంటాను. నేను తెలియక ఊపిరి పిలుచుకుంటాను. నేను తెలియక ఊపిరి పిలుచుకుంటాను. నువ్వు నవ్వని నేను నవ్వుతున్నాను. దయచేసి చెప్పండి, ఎప్పుడు నాతో రండి. నా 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 నా. నేను తెలియక ఊపిరి పిలుచుకుంటాను. నప్పుడు అని మాసిపోయాను. నువ్వు ఏకైక ప్రేమి, జీవితం ఇవారు లేరు. నేను తెలియక ఊపిరి పిలుచుకుంటాను. నేను తెలియక ఊపిరి పిలుచుకుంటాను. నేను నవ్వుతున్నాను. దయచేసి చెప్పండి, ఎప్పుడు నాతో రండి. నా 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 నా. എന്താ കാര്യം ബോസ്? എന്തെങ്കിലും അർജന്റായ ജോലിയുണ്ടോ? നിനക്ക് ഞാനൊരു നല്ല കഥ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ ഇൻട്രസ്റ്റ് ആയ കഥയാണത്. ഇൻട്രസ്റ്റിംഗ് കഥയോ? എന്ത് തരം കഥ?
ഒരു വലിയ ഭാഷയുണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരു സമ്രാട്ടും ഒരു രാജാവും ഉണ്ടായിരുന്നു. സമ്രാട്ട് ഭാഷയുടെ ഈക്വൽ പൊസിഷനിലായിരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും ഇടയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് രാജാവിന് ഒരു പവറും ഇല്ലായിരുന്നു. സമ്രാന്റെ പവർ കണ്ട് രാജാവ് വളരെയധികം വിഷമിച്ചു. അതുകൊണ്ട് അവൻ ഭാഷയുമായി കൈകോർത്തു. പക്ഷെ രാജാവിന്റെ ലക്ഷ്യം വേറൊന്നായിരുന്നു. ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? He wanted to be a സമ്രാട്ട്. അവനും സമ്രാട്ടാകാൻ ആഗ്രഹിച്ചു. പക്ഷെ ഭാഷ വളരെ ഇന്റലിജന്റ് ആയിരുന്നു. ഒരു ദിവസം രാജയുടെ ശരിക്കുള്ള ലക്ഷ്യം മുതലാക്കിയിട്ട് അവസാനം താഴെ ഇറക്ക്, താഴെ ഇറക്ക്. കള്ളന്റെ വീട്ടിൽ മോഷണം പോവും, അറിയാവല്ലോ. കള്ളന്റെ വീട്ടിൽ കയറി ആരെ അടിച്ചു മാറ്റിയെന്നറിയാവോ? പോലീസാടാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നിനക്ക് ആവശ്യമുള്ളത് തന്നെയാണ് എനിക്കും ആവശ്യം. സമ്രാട്ട് നിന്റെയും ശത്രുവാണ്, എന്റെയും തന്നെ. ശത്രുവിന്റെ ശത്രു മിത്രമാവില്ലേ? നോക്ക, സമ്രാട്ട് ജീവനോടൊപ്പം നിനക്ക് സമ്രാട്ടാവാനാവില്ല. എന്റെ വഴിയിലെ കട്ടുറുമ്പും അവനായിരിക്കും. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ രണ്ടുപേരുടെയും ടാർഗറ്റ് ഒന്നാണ്, സമ്രാട്ട്. ടാർഗറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഫയലിൽ നിന്ന് മൂസയുടെ പേര് മായ്ച്ചു കളയാൻ ഹാജിയോട് ഞാൻ പറഞ്ഞോളാം. മൂസ എന്നുവെച്ചാ പറയുന്നത് വളരെ ക്ലിയറാ. സമ്രാട്ടിനെ പിടികൂടാൻ നീ എന്നെ സഹായിക്കണം. ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക. കൈ കൊടുക്ക്. എനിക്ക് ഡീൽ ഓക്കെയാണ്. നിന്റെ പോലീസുകാർക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടായോടാ? എന്ത് ഡീലാണ് നടത്തിയത്? രാജയോടൊപ്പം നീ ഉറപ്പിച്ച ഡീൽ എന്താ? ഞാൻ ആരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാറില്ല. മറ്റുള്ളവരാണ് എന്നെ തേടി വന്ന് എന്നോട് ഡീൽ വെക്കുന്നത്. എടാ വഞ്ചക, എന്നെ ഒരിക്കൽ പരീക്ഷിച്ച് നോക്കിയത് ഓർമ്മയുണ്ടോ? തവണ ഞാനാ നിന്നെ പരീക്ഷിച്ച് നോക്കിയ. പക്ഷെ എന്ത് ചെയ്യാനാ, നീ അതിൽ ഫെയിലായിപ്പോയി. ആ പോട്ടെ, ഞാൻ നിന്നെ ക്ഷമിച്ചയച്ചിരിക്കുക മൂസ. അവിടെ വെച്ചേക്ക്, ടേബിളിൽ വെച്ചേക്ക്. എടാ വഞ്ചക, നീ ഇവിടുന്ന് പോ. രാജാവ് ഒറ്റ വെടിക്ക് രണ്ടുപേര് വേട്ടയാടാൻ ശ്രമിക്കുന്നു. അതാണ് അവന്റെ പ്ലാൻ. ആണോ? ആ പ്ലാനിൽ ബലിയാകാൻ പോകുന്നത് നീയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കടാ. ഒരു പക്ഷേ മൂസ ചത്തുപോകണമെങ്കിൽ അവൻ തനിച്ചു പോവില്ല. നിന്നെ ഞാൻ കൂടെ കൊണ്ടേ പോവൂ. ഞാൻ കെട്ടിപ്പൊക്കിയ ഈ രാജ്യത്തിൽ നീ സാമ്രാട്ടായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നെവർ എവർ. എന്നിട്ട് നിന്റെ ധിക്കാരമൊന്നും കുറഞ്ഞിട്ടില്ല, എല്ലാം കൈവിട്ടു പോയി.
ഞാൻ പറയുന്ന കേക്ക്. വെള്ളവും എണ്ണയും ഒരിക്കലും ഒന്നിച്ചു ചേരത്തില്ല. അതുപോലെ കള്ളനും പോലീസും ഒരിക്കലും തെളിച്ചു പറ. നീ ഞാൻ ഒറ്റക്കെട്ടായി മാറിയാൽ ഹിന്ദുസ്ഥാൻ നമ്മുടെ കൺട്രോളിലായിരിക്കും. എന്ന് പറയുന്നു 70-30. നോ, 40-60. ഞാനിപ്പോ സിംഹത്തെ വേട്ടയാടാൻ പോവുകയാണ്. സിംഹത്തെ ഞാൻ വേട്ടയാടും. തോക്കും പിടിച്ച് ഉന്നം വച്ച് കഴിഞ്ഞു. സാമ്രാട്ട് മോനെ, മോനെ സൂക്ഷിച്ചിരിക്കും മോനെ. നോ അപ്ഡേറ്റ് സർ. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ഫോൺ ചെയ്യാം. ഡിസ്ക് കിട്ടുന്നത് വരെ ഡോണ്ട് മൂവ്. എത്തിയിട്ടുണ്ട് സർ. വെൽക്കം വെൽക്കം മോനെ. ഡിസ്ക് എവിടെ? മൂസ ഒരു വാക്ക് പറഞ്ഞിരുന്നാൽ അത് പാലിച്ചിരിക്കും. ബട്ട് 60-40 അത് നടക്കില്ല. 50-50. സമ്രാട്ടിന്റെ ഡീൽ ഒരിക്കലും മാറ്റിമറിക്കാറില്ല. ഡിസ്ക് താ. എണീറ്റ് നിൽക്കേ. സമ്രാട്ടിന്റെ കണ്ണിൽ പൊടിയിട്ട് തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല രാജാ ചൗത്രി. മിസ്റ്റർ രമേശ്, നമ്മുടെ മിഷൻ ഫെയിലായി. നീ അവരെ ഫോളോ ചെയ്യാ. ഓക്കെ സർ. സർ, അവർ ഹോട്ടൽ ലോബിയിലേക്ക് പോവാണ്. ഞാനൊരു ഫോളോ ചെയ്യാണ്. ഡിസ്ക്? യു ആർ കംപ്ലീറ്റ്ലി ഇൻ ഡിസ്ക്. നിന്റെ ഹൃദയത്തിന്റെ ആ ഡിസ്ക് എവിടെയുണ്ടെന്ന് അറിയാമോ? അത് എവിടെയാണ്? അറിയാം. നിന്റെ ഡിക്ഷണറിയിൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള വാക്കില്ല എന്നുള്ളത്. ഡിസ്ക് എടുക്കടാ. ആണോ? ഞാൻ 3 വരെ എണ്ണും. 1, 2. എന്താ ടൈമിങ് ഇത്? പേഷ്യന്റ് ബ്ലഡ് പ്രഷർ കൂടിയിട്ടില്ല, അതിനിടയ്ക്ക് ഡോക്ടർ കോൾ ചെയ്യുന്നു. ബോസ്, സമ്രാട്ടിന്റെ ഗേൾഫ്രണ്ട് ആരോഹി ഇപ്പൊ എന്റെ അടുത്തുണ്ട്. നല്ല സുന്ദരി പെണ്ണ. മൂസയ്ക്ക് ഓരോ രോഗത്തിനും എന്തൊക്കെ മരുന്ന് വേണമെന്ന് നന്നായിട്ട് അറിയാം. ആരോഗ്യം ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയില. രാജ, മൂസ ദ്രോഹിക്കില്ല. നീ ടെൻഷൻ അടിക്കണ്ട. നിന്റെ സ്വീറ്റ് ഹാർട്ടിനെ ഇതുവരെ ആരും ഹേർട്ട് ചെയ്തിട്ടില്ല. ബാ, അവിടെ വെച്ച് ഡീൽ ഉറപ്പിക്കാം. എഴുന്നേൽക്കടാ. ഓ, ഞാൻ ഇന്ന് സിംഹത്തെ വേട്ടയാടാൻ പോവുകയാണ്. സിംഹത്തെ വേട്ടയാടാൻ പോവുകയാണ്. തോക്കും കയ്യുമായി ഞാൻ റെഡിയാണ്. സാമ്രാട്ടിന്റെ മോനെ, നീ ഇപ്പൊ മൊത്തത്തിൽ എന്റെ വലയിൽ കുടുങ്ങിപ്പോയി. ഇപ്പോ
ഞാൻ ആ രാജയ്ക്ക് ഫോൺ ചെയ്യാൻ പോവുക. ഹലോ. നീ എവിടേക്ക് ചെന്നാലും എന്റെ നിഴൽ നിന്നെ പിന്തുടരും. നീ എവിടേക്ക് ചെന്നാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. The only game മൂസ. മറ്റൊരു കിങ്ങിന് ഇവിടെ തന്നെയാണ് ഉള്ളത്. By the way, for your information, ഞാൻ ഒരു കാര്യം പറയട്ടെ രാജാ ചൗധരി. നിന്റെ റാണി എന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. മനസ്സിലായില്ലേ? ഒട്ടുമില്ലേ? ഐജിയുടെ മകളെന്ന് പറഞ്ഞ നിന്റെ ഭാര്യ പോയി എന്റെ കസ്റ്റഡിയില്. നീ എവിടെയാണെന്ന് അത് പറ. പറയാം. അവളെ ഞാൻ വിട്ടേക്കാം. ആരോഗ്യയുടെ ബോഡി അല്ല, ഡെഡ് ബോഡി. രമേശ്, നീ ഫോഴ്സുമായിട്ട് എന്റെ പുറകെ വാ. ഞാൻ മൂസാരുടെ അടുത്തോട്ട് പോവാ. ലെറ്റ്സ് ഗോ. എടാ മോനെ, ഒന്നും കൊടുക്കാൻ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? എടുക്കാൻ മാത്രമേ അറിയൂ. ഞാൻ നിന്റെ കഥ അവസാനിപ്പിച്ച് നിന്റേതെല്ലാം ഞാൻ സ്വന്തമാക്കും. നിന്റെ സാമ്രാജ്യം എന്റേതായി മാറും, എന്റേതായി മാത്രം. ആർക്കും സമ്രാട്ടിനെ കൊല്ലാൻ സ്വപ്നത്തിൽ മാത്രമേ പറ്റൂ. റിയാലിറ്റിയിൽ അത് നടക്കില്ല. ഞാൻ വിചാരിച്ചാൽ ഈ നിമിഷം നിന്റെ ജീവൻ എടുക്കാൻ പറ്റും. മൂസ അടുത്തവരെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് അവര് ധൈര്യത്തെ തകർക്കും. അത് എങ്ങനെ ചെയ്യണമെന്ന് എന്നെക്കാളേറെ ആർക്കും തന്നെ അറിയില്ല. യെസ്. എന്റെ ദൈവമേ, മോനെ, എല്ലാരും ചെല്ല. ബേബി, എന്റെ ദൈവമേ. മൂസ, ഡീല് നമ്മൾ രണ്ടാൾ തമ്മിലാണ്. നീ പറഞ്ഞ ഡീൽ എന്നോടൊപ്പമാണ്, ആരോഹിക്കൊപ്പമല്ല. മര്യാദയ്ക്ക് വിട്ടേക്ക്. ഇവളെ വിട്ടയക്കാനോ? പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ടോക്കനാണ് നിന്റെ കാമുകി രാജയുടെ ഉഡ്ബി, ആയിയുടെ ചെല്ല ഒറ്റ മകൾ. ഇവളെ എങ്ങനെ വിട്ടയക്കാനാ? ഈ മുതലിനെയോ? സമ്രാട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും.
സമ്രാട്ടിന്റെ ഡീൽ ഒരിക്കലും മിസ്സാവാറില്ല. ഞാൻ ആ ഡിസ്ക് നിനക്ക് തന്നില്ലേ? ഇനി എന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നിന്റെ ചുമതലയാണ്. Don't move. Samrat, you are under arrest. Ramesh, dead bodies postmortem ചെയ്യാനായിട്ട് കൊടുത്തയച്ചേക്ക്. രവി, യെസ് സർ. arrest him. ഓക്കെ സർ. രാജ രാജ പ്ലീസ്, പക്ഷേ സമ്രാട്ടിനെ വെറുതെ വിട് പ്ലീസ്. എക്സ്ക്യൂസ് മീ മാഡം, പോലീസിനെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക. മോളെ, മെഴുതി തള്ളിയ കള്ളക്കഥയൊന്നുമല്ല. ശരിക്കും നിന്റെ കൂടെ എനിക്ക് ജീവിക്കണം.